നമസ്കാരം പ്രിയപ്പെട്ടവരെ, നമ്മുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് കരുതുന്നു. നാം ഇന്നിവിടെ പരാമർശിക്കുന്നത് നമ്മുടെ ജീവിതത്തെക്കുറിച്ചും നമ്മൾ കടന്നു പോകുന്ന സാഹചര്യങ്ങളെക്കുറിച്ചും ഈ പ്രപഞ്ചവും ഈശ്വരനും നമുക്ക് നൽകുന്ന ചില സന്ദേശങ്ങളെക്കുറിച്ചും സൂചനകളെക്കുറിച്ചും ആഴത്തിൽ പരാമർശിക്കുകയാണ്. ജീവിതമെന്നത് സങ്കീർണമായൊരു യാത്ര തന്നെയാണ്. അതിൽ സന്തോഷത്തിൻ്റെ നിമിഷങ്ങളും സങ്കടത്തിൻ്റെ കാർമേഘങ്ങളും മാറി മാറി വരാം. പലപ്പോഴും നമ്മൾ ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഇങ്ങനെ സംഭവിക്കുന്നതെന്ന്. എന്നാൽ പ്രപഞ്ചത്തിന് കൃത്യമായ ചില നിയമങ്ങളുണ്ട്. നാം ചെയ്യുന്ന പ്രവൃത്തികളുടെ ഫലം അഥവാ കർമ്മഫലം നമ്മെ തേടി വരിക തന്നെ ചെയ്യും. ഇന്ന് പുലർച്ചെ പ്രശ്നത്തിൽ മഹാദേവനെ കാണുവാൻ സാധിച്ചു. മഹാദേവൻ നൽകിയ ചില സൂചനകളും ആ സൂചനകൾ ഈ അധ്യായം കാണുന്ന ആളുകളിലേക്ക് കൃത്യമായി എത്തുകയും ചെയ്യും എന്നത് തന്നെയാണ് നമ്മുടെ വിശ്വാസം. കാരണം മഹാദേവൻ്റെ അനുഗ്രഹത്താലും ചൈതന്യത്താലും നിങ്ങളുടെ പ്രാർത്ഥനകളുടെ ശക്തിയാലും ആ വഴിപാടുകളുടെ ശക്തിയും എല്ലാം ഒത്തുചേരുമ്പോഴാണ് ഇത്തരത്തിലുള്ള സൂചനകൾ നിങ്ങളിലേക്ക് എത്തുന്നത്. അല്ലാത്ത ആളുകൾക്ക് ഇത്തരം സൂചനകളും ഭഗവാൻ നൽകുന്ന ഇത്തരം സന്ദേശങ്ങളും ഒന്നും കാണുവാൻ സാധിക്കുകയില്ല. അഥവാ കണ്ടാൽ തന്നെ അവർക്കത് കേൾക്കുവാനുള്ള സമയവും സന്ദർഭവും ഒത്തുവരികയുമില്ല. ആ ചൈതന്യം, ആ അനുഗ്രഹം നിങ്ങൾക്കുള്ളത് കൊണ്ട് തന്നെയാണ് ഈ സന്ദേശം നിങ്ങളിലെത്തിയതും നിങ്ങൾക്കിത് കാണുവാനും കേൾക്കുവാനുള്ള മനസ്സുണ്ടായതും. അതായത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്ന അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്ന്, പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുന്ന മാർഗ്ഗനിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്നും, ഒപ്പം ഈ സവിശേഷമായ നിമിഷത്തിൽ നിങ്ങളുടെ ഊർജ്ജനില അഥവാ എനർജി എങ്ങനെയൊക്കെയാണ് നിലകൊള്ളുന്നതെന്നും കൃത്യമായി മനസ്സിലാക്കുവാൻ സാധിക്കും. ഇതൊരു പൊതുവായ അറിവ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നാം ഇവിടെ പരാമർശിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലെ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടുന്ന നിങ്ങൾക്ക് പോസിറ്റീവായി തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ സ്വീകരിക്കുക. ഒന്നിനെയും ഫലപ്രയോഗത്തോടുകൂടി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വലിച്ചിഴക്കാൻ ശ്രമിക്കരുത്. അതുപോലെ തന്നെ ഇതൊരു സമയപരിധിയില്ലാത്ത അറിവ് തന്നെയാണ്. ഈ വിവരങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ എത്തിച്ചേരുന്നതോ ആ നിമിഷം മുതൽ ഇത് നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നിങ്ങളിൽ കാണാൻ സാധിക്കുന്നത് ശരിക്കും കടുത്ത മാനസിക വിഷമത്തിൻ്റെയോ വിഷാദത്തിൻ്റെയോ എനർജിയാണ്. നിങ്ങളിൽ പലരും ഈ അടുത്ത ദിവസങ്ങളിൽ വളരെയധികം വിഷമിപ്പിക്കുന്ന എന്തോ ഒരു കാര്യം സ്വപ്നം കണ്ട് ഞെട്ടി ഉണർന്നിട്ടുണ്ടാവാം. അല്ലെങ്കിൽ രാത്രിയിൽ ഭയം കാരണം ഉറക്കം പോലും നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങളിലൂടെ കടന്നുപോയിരിക്കാം. നിങ്ങളുടെ ഭൂതകാലത്തിൽ നിങ്ങളെ ആരോ ഏൽപ്പിച്ച വലിയ മാനസിക മുറിവുകൾ ഇപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ കിടന്ന് നീറുന്നുണ്ട്. ഇത്തരത്തിലുള്ള പല രീതിയിലുള്ള ചിന്തകൾ തന്നെയാണ് നിങ്ങളുടെ ഉറക്കങ്ങളിൽ അത് ഒരുപക്ഷെ ദുസ്വപ്നമായോ മറ്റും കടന്നു വരുന്നത്. എന്നാൽ ഇതെല്ലാം നിങ്ങളുടെ ജീവിതവുമായി വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇനി മുന്നോട്ട് എങ്ങനെ പോകണമെന്ന് അറിയാതെ പകച്ചു നിൽക്കുന്ന അവസ്ഥ മാറ്റേണ്ട സമയം തന്നെയാണിത്. അതുതന്നെയാണ് ഭഗവാൻ നൽകുന്ന സൂചനയും. ജീവിതത്തിൽ ഉയർച്ച താഴ്ചകൾ എല്ലാവർക്കും ഉണ്ടാവും. പൂർണ്ണമായി സ്റ്റേബിളായ ഒരാൾ പോലും ഈ ഭൂമിയിൽ ഇല്ലെന്ന് തന്നെ തിരിച്ചറിയുക. ഈ സമയവും കടന്നുപോകും എന്നുറച്ചു വിശ്വസിക്കുകയും നിരന്തരം പ്രാർത്ഥിക്കുകയും ചെയ്യുക. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാക്കാതെ പോയ വളരെ പരമപ്രധാനമായ ഒരു കാര്യം തന്നെയാണ് പ്രാർത്ഥന. നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ശക്തിയുണ്ട്. നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ പല പ്രാർത്ഥനകളും ഭഗവാൻ പൂർണ്ണമായി അംഗീകരിച്ചും ആ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകിയിട്ടുമുണ്ട്. എന്നാൽ നിങ്ങളുടെ തിരക്കുകൾക്കിടയിൽ പല കാര്യങ്ങളും നിങ്ങൾ മറന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ കൃത്യമായി മുൻപുള്ള രീതിയിൽ തന്നെ തുടർന്നും ആത്മീയമായും പ്രാർത്ഥനയുടെ വഴികളിലൂടെയും തന്നെ സഞ്ചരിക്കുക. മറ്റൊരാൾക്ക് ദോഷം ചെയ്തതിനെക്കുറിച്ച് പ്രാർത്ഥിക്കാതിരിക്കുക. അത്തരത്തിലുള്ള പ്രാർത്ഥനകൾ ചെയ്തവരെല്ലാം പിന്നീട് വലിയ അബദ്ധങ്ങളിലും അപകടങ്ങളിലും ചെന്ന് ചാടിയ ചരിത്രമേ ഉള്ളൂ. അത്തരം പ്രാർത്ഥനകൾക്ക് ഭഗവാൻ ഉത്തരം നൽകുകയില്ല. അതുകൊണ്ട് സ്വന്തം ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെക്കുറിച്ച് മാത്രം ആലോചിക്കുക. സഹജീവികളെ സ്നേഹിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണം. നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് നമുക്ക് ധാരാളം നെഗറ്റീവ് എനർജി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാറുണ്ട്. നമ്മുടെ അയൽപക്കത്ത് നിന്നാവാം, നമ്മുടെ സ്വന്തം കുടുംബങ്ങളിൽ നിന്ന് പോലും ഒരുപക്ഷെ നമുക്ക് ശത്രുദോഷം, കണ്ണേർ, പ്രാക്ക് പോലുള്ള ധാരാളം ദോഷം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. ഈ ദോഷങ്ങളെല്ലാം തന്നെ നമുക്ക് മാനസിക പിരിമുറുക്കവും നമ്മുടെ ജീവിതത്തിലെ സ്വസ്ഥതകളെല്ലാം നശിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ നാം ഇതുവരെ ചെയ്യാത്ത ചില പ്രവൃത്തികൾ പോലും ചെയ്യാൻ പോലും ഈ നെഗറ്റീവ് എനർജി നമ്മളെ പ്രേരിപ്പിക്കും. അതൊരുപക്ഷെ ഈ എനർജി നമ്മളുള്ളിലുണ്ടെന്നുള്ള തിരിച്ചറിവ് പോലും നമുക്കുണ്ടാവുകയില്ല. പല കാര്യങ്ങളും ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കുറ്റബോധം തോന്നുന്നു. അതെല്ലാം പ്രേരിപ്പിക്കുന്നതും ആ പ്രേരണ ഉണ്ടാകുന്നതും ഈ നെഗറ്റീവ് ഊർജ്ജത്താലാണ്. നാം ആദ്യം തന്നെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഇല്ലാതാക്കേണ്ടതും ആ നെഗറ്റീവ് ഊർജ്ജത്തെ തന്നെയാണ്. എല്ലാ മനുഷ്യരുടെ ജീവിതത്തിലും ദൈനംദിനമായി ഇത്തരത്തിലുള്ള നെഗറ്റീവ് ഊർജ്ജം കടന്നു വരാറുണ്ട്. എന്നാൽ പല ആളുകളും കൃത്യമായി അതിനെ സ്വന്തം ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാറുമുണ്ട്. നിങ്ങളും അത്തരത്തിൽ നെഗറ്റീവ് ഊർജ്ജത്താൽ കഷ്ടതകൾ അനുഭവിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ചൊവ്വ വെള്ളി ദിവസങ്ങളിലും വിശേഷ ദിവസങ്ങളിൽ നടക്കുന്ന നമ്മുടെ പൂജാ വഴിപാടുകളിൽ പങ്കാളിയാവാവുന്നതാണ്. ഈ പൂജാ വഴിപാടുകൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ബാധിച്ചിരിക്കുന്ന ഇത്തരം നെഗറ്റീവ് ഊർജ്ജത്തെ ഇല്ലാതാക്കി സമാധാനവും സന്തോഷവും ഐശ്വര്യവും നിലനിർത്തുന്നതിന് വളരെയധികം ശക്തിയുള്ള പൂജ തന്നെയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ചുറ്റുപാടുമുള്ള നമ്മുടെ സുഹൃത്തുക്കളിലും ബന്ധുമിത്രാദികളിലുമെല്ലാം ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ ധാരാളമുണ്ട്. അവരിലേക്ക് ഈ അധ്യായം ഷെയർ ചെയ്യുക.
അവർക്ക് നമ്മുടെ ശക്തിയേറിയ പൂജാ വഴിപാടുകളിൽ പങ്കാളിയാവുന്നതോടെ അവരുടെ ജീവിതത്തിൽ ബാധിച്ചിരിക്കുന്ന ഇത്തരം ദുഷ്ടശക്തികൾ അകന്നു പോവുകയും സമാധാനവും സന്തോഷവും സമ്പത്തും ഐശ്വര്യവും എല്ലാം തിരികെ വരികയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ അധ്യായം ഷെയർ ചെയ്തുകൊണ്ട് കാണുക. ഒപ്പം തന്നെ ഇത് കേൾക്കുന്ന എല്ലാവരും ഓം നമഃ ശിവായ എന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക. എന്നത്തെയും പോലെ നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ ഈ ഒരു അധ്യായത്തിന് ചെയ്യുക. ഈ ഒരു അധ്യായം കേൾക്കുന്ന പലരും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ തന്നെയാണ്. നിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയതോ അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് മാറിപ്പോയതോ ആയ ചില നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ്. അതിനുള്ള സമയം കടന്നു വരാൻ പോകുകയാണ്. ഇത് നിങ്ങളുടെ പ്രാർത്ഥനയുടെ ശക്തി തന്നെയാണ്. നിങ്ങളുടെ വഴിപാടുകളുടെ ചൈതന്യം തന്നെയാണ്. ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്കുള്ളത് കൊണ്ട് തന്നെയാണ് നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം മാറും. ആ ബുദ്ധിമുട്ടുകൾ മാറുന്നതിന് മുൻപുള്ള സൂചന തന്നെയാണിത്. നിങ്ങൾക്ക് പല സ്രോതസ്സുകളിൽ നിന്നായി ധനം ലഭിക്കാനുള്ള സാധ്യത നമുക്കിന്ന് പുലർച്ചെ കൃത്യമായി കാണാൻ സാധിച്ചതാണ്. നമുക്ക് കാണാൻ സാധിച്ച കാര്യങ്ങൾ അതേപടി നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്നതും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതും നിമിത്തമാണ്. ഭഗവാന്റെ നിങ്ങൾക്കുള്ള അനുഗ്രഹം കൊണ്ടാണ് നിങ്ങൾക്കിത് കാണാനുള്ള മനസ്സുണ്ടായത്. അതുകൊണ്ട് തന്നെ അപ്രതീക്ഷിതമായി നിങ്ങളുടെ കൈകളിലേക്ക് ധാരാളം ധനം വരും. ഒരുപക്ഷെ ഏതെങ്കിലും വ്യക്തികളിലൂടെ ആവാം, അല്ലെങ്കിൽ ലോട്ടറി പോലുള്ള സൗഭാഗ്യത്തിലൂടെ ആവാം, അല്ലെങ്കിൽ ഈ മഴയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് ഭൂമിക്കടിയിൽ നിന്ന് അമൂല്യമായ നിധി പോലുള്ള കാര്യങ്ങൾ ലഭിക്കാനുള്ള സാധ്യതയും ഇവിടെ കാണുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ഒരു അധ്യായം നിങ്ങളൊരു കഥ കേൾക്കുന്ന ലാഘവത്തോടുകൂടി കേട്ട് തള്ളിക്കളയാതിരിക്കുക. നിങ്ങൾ ഈ ഒരു ഇടവമാസം കഴിയുന്നതിന് മുൻപ് തീർച്ചയായും ഒരു ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം. ഭഗവാൻ നിങ്ങളുടെ മുന്നിലേക്ക് നിങ്ങൾക്ക് അനുഗ്രഹവുമായി വന്നു നിൽക്കുന്ന സമയമാണ്. നമുക്കിന്ന് പുലർച്ചെ കാണാൻ സാധിച്ചതാണ്. ആ കാര്യങ്ങൾ നിങ്ങൾ ഈ സമയത്ത് കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട് എങ്കിൽ തീർച്ചയായും അത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് തന്നെയാണ്. ഇടവമാസം നിങ്ങൾ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി ഭഗവാന് ജലധാര പോലുള്ള വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുക. അവിടെ ചെല്ലുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ബാധിച്ചിരിക്കുന്ന എല്ലാ നെഗറ്റീവ് ഊർജ്ജത്തെയും ഭഗവാൻ നിഗ്രഹിച്ചു കളയുന്നതാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ആരാധനാലയങ്ങളെല്ലാം തന്നെ സ്ഥിതി ചെയ്യുന്നത് പോസിറ്റീവ് ഊർജ്ജം നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമാണ്. അത്തരം സ്ഥലങ്ങളിൽ നാം പോകുന്നത് തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് പോസിറ്റീവ് ഊർജ്ജം കൂടുതലായി കടന്നു വരാൻ സഹായിക്കും. നമുക്ക് മാനസിക പിരിമുറുക്കവും പ്രയാസങ്ങളും അനുഭവപ്പെടുന്ന സമയത്ത് തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തി നാം അവിടെ വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ക്ഷേത്രത്തിൽ കടക്കുമ്പോഴുണ്ടാവുന്ന ചന്ദനത്തിരിയുടെയും നമ്മുടെ ചന്ദനത്തിൻ്റെയും എല്ലാം സുഗന്ധം തന്നെ നമ്മുടെ ജീവിതത്തെ മനസ്സിനെയും മാറ്റിമറിക്കും. നമ്മുടെ ഉള്ളിലെ എല്ലാ നെഗറ്റീവും പുറത്തേക്ക് പോകും. ക്ഷേത്രത്തിനകത്തേക്ക്, ആരാധനാലയത്തിനകത്തേക്ക് ഇത്തരം ദുഷ്ടശക്തികൾക്കൊന്നും പ്രവേശിക്കുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് സാധ്യമാവുകയാണെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസമോ അല്ലെങ്കിൽ ദിവസവും എന്ന രീതിയിലോ മാസത്തിൽ ഒരു തവണയെങ്കിലും ക്ഷേത്ര ദർശനം നടത്തി അവിടെ ഒരല്പം സമയം ചെലവഴിച്ച് പ്രാർത്ഥിച്ച് വഴിപാടുകൾ ചെയ്ത് മടങ്ങുക. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഗുണം മാത്രമേ നൽകുകയുള്ളൂ. അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ധാരാളം പോസിറ്റീവ് ഊർജ്ജം കൊണ്ടുവരും. ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആളുകൾ ഈ ഒരു അധ്യായം കേൾക്കുന്നുണ്ടെങ്കിൽ ഈ സമയം നല്ല ലാഭം കൊയ്യാൻ സാധിക്കും. ഒന്നിലധികം വഴികളിലൂടെയോ അല്ലെങ്കിൽ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത മാർഗങ്ങളിലൂടെയോ നിങ്ങളുടെ കൈകളിലേക്ക് ധാരാളം പണം വന്നു ചേരാനുള്ള സാധ്യതയുണ്ട്. സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ തികച്ചും സംതൃപ്തമായ അവസ്ഥയിലേക്ക് നിങ്ങൾ മാറാൻ പോകുന്നു. ഇതെല്ലാം ഭഗവാന്റെ അനുഗ്രഹം തന്നെയാണ്. നിങ്ങളുടെ പ്രാർത്ഥനയുടെ ശക്തി തന്നെയാണ്. നിങ്ങളുടെ പ്രാർത്ഥനകൾ ഭഗവാൻ കേൾക്കുന്നില്ല എന്നുള്ള പരാതിക്കുള്ള മറുപടി തന്നെയാണ്. അതുകൊണ്ട് ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട സമയം തന്നെയാണ്. ഈ സമയങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ അവസരങ്ങളും നിങ്ങൾ വേണ്ട രീതിയിൽ വിനിയോഗിക്കണം. നാം നേരത്തെ പരാമർശിച്ചതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ബാധിച്ച നെഗറ്റീവ് ഊർജ്ജം, മടി, അലസത പോലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉണ്ടാവും. അത്തരം അനുഭവങ്ങളെ മറികടക്കാൻ ശ്രമിക്കുക. അതിന് നാം പറഞ്ഞ പരിഹാര മാർഗ്ഗങ്ങൾ സ്വീകരിക്കുക. ക്ഷേത്ര ദർശനം നടത്തുക, പൂജാ വഴിപാടുകളിൽ പങ്കാളിയാവുക. ഇത്തരത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന പോസിറ്റീവ് ഊർജ്ജം ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ കൃത്യമായി ചെയ്യുക. അപ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ മടിയും അലസതയും എല്ലാം മാറി നിങ്ങൾക്ക് കൂടുതൽ ഉന്മേഷത്തോടു കൂടി കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കും. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ നിങ്ങൾക്ക് ഈ ലോകത്തോട് വിളിച്ചു പറയാൻ കഴിയുന്ന സമയമാണിത്. ഇതൊരു പക്ഷേ നിങ്ങളുടെ വിവാഹ നിശ്ചയമാകാം, അല്ലെങ്കിൽ പുതിയൊരു ജോലി ലഭിച്ച കാര്യമാകാം, അതുമല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോകുന്ന മറ്റെന്തെങ്കിലും വലിയ കാര്യമാകാം. ഈശ്വരൻ നിങ്ങളുടെ മുന്നിലേക്ക് ഒട്ടനവധി വലിയ അവസരങ്ങൾ തുറന്നു തരുന്നു. നിങ്ങളെ വളരെയധികം സന്തോഷിപ്പിക്കുന്നതും ത്രില്ലടിപ്പിക്കുന്നതുമായ അപ്രതീക്ഷിത മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. ഇതൊരു നിർണായകമായ പോസിറ്റീവ് ഊർജ്ജത്തിൻ്റെ സമയമാണ്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ മനസ്സിലേക്ക്, നിങ്ങളുടെ ജീവിതത്തിലേക്ക്, നിങ്ങളുടെ മുന്നിലേക്ക് ഭഗവാന്റെ ഈ ഒരു സന്ദേശം എത്തി നിൽക്കുന്നത്. അത് കാണാനുള്ള മനസ്സ് എവിടെയോ നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവ് ഊർജ്ജം ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ്. ആ ഭഗവാന്റെ ചൈതന്യം കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് നാം നേരത്തെ പരാമർശിച്ചതുപോലെ നിങ്ങളിതൊരു കഥ കേൾക്കുന്ന ലാഘവത്തിൽ കേൾക്കേണ്ടവരല്ല. നിങ്ങളിതിന് കൃത്യമായ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവേണ്ടവരാണ്. നിങ്ങളുടെ കഠിനാധ്വാനത്തിൽ തീർച്ചയായും ഇരട്ടി ഫലം ലഭിക്കും. അതുകൊണ്ടാണ് നാം നേരത്തെ പറഞ്ഞത്, നെഗറ്റീവ് ഊർജ്ജം മൂലമുണ്ടാകുന്ന മടി, അലസതയെല്ലാം മാറ്റി നിർത്തേണ്ട സമയമാണ്. അതിനായി നിങ്ങൾ ക്ഷേത്ര ദർശനം നടത്തുക, നിങ്ങൾ വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇത്തരം പൂജാ വഴിപാടുകൾക്കെല്ലാം വലിയ രീതിയിൽ സ്വാധീനം ചെലുത്തുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ പരിഹാര മാർഗ്ഗങ്ങളോടുകൂടി മുന്നോട്ട് പോയി ജീവിത വിജയം കൈവരിക്കുക. വിജയം സുനിശ്ചിതമാണ്. നമുക്കിന്ന് പുലർച്ചെ അത് കാണുവാൻ സാധിച്ചതാണ്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് തീർച്ചയായും വലിയൊരു ഓഫറോ അവസരമോ കടന്നു വരുന്നു. പഴയ ഭാരമെല്ലാം മാറി നിങ്ങൾ വളരെയധികം ധൈര്യശാലിയായി മാറുന്ന എനർജിയാണുള്ളത്.
നിങ്ങളുടെ ആത്മവിശ്വാസം വീണ്ടെടുത്ത് പുതിയ പല കാര്യങ്ങളും ചെയ്യാൻ നിങ്ങൾ ഇറങ്ങിത്തിരിക്കും. ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങളുടെ ഉള്ളിൽ ശുഭാപ്തി വിശ്വാസം നിറയും. കുറേ കാലമായി മാറ്റിവെച്ച പല കാര്യങ്ങളും ചെയ്യാൻ ഈ സമയം നിങ്ങൾക്ക് സാധിക്കും. അനുഭവങ്ങളിൽ നിന്നുള്ള പാഠങ്ങൾ ഒരു കുഞ്ഞിനെ പോലെ പുതിയൊരു ജീവിതം നിങ്ങൾക്ക് ആരംഭിക്കുകയാണ്. കടന്നുപോയ കൈപ്പേറിയ അനുഭവങ്ങളിൽ നിന്നും ഒട്ടനവധി പാഠങ്ങൾ പഠിച്ചു കഴിഞ്ഞു നിങ്ങൾ. ഭഗവാന്റെ അനുഗ്രഹത്താൽ ഇനി വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചോർത്ത് നിങ്ങൾ അനാവശ്യമായി ആകുലപ്പെടുകയില്ല. കാരണം അമിതമായ ചിന്തകൾ കൊണ്ട് ഒരു കാര്യവും നടക്കില്ലെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു നിങ്ങൾ. മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണം, ആർക്കും ഒരു വിഷമവും ഉണ്ടാകാതെ കാര്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന കൃത്യമായ ബോധം നിങ്ങൾക്കുണ്ടാവും. കൂടാതെ യാത്രകൾ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള നല്ല അവസരം ഈ സമയം വന്നു ചേരും. നിങ്ങളുടെ തകർച്ച ആഗ്രഹിക്കുന്നവരെ ഭഗവാൻ പല സാഹചര്യങ്ങളിലും നിങ്ങൾക്ക് കാട്ടിത്തന്നതുകൊണ്ട് തന്നെ എതിരാളികൾ ജീവിതത്തിൽ ഉണ്ടെന്നുള്ള ബോധ്യത്താൽ നിങ്ങൾക്ക് എല്ലാ പരീക്ഷകളിലായാലും ജീവിതത്തിലെ പല കാര്യങ്ങളിലും വിജയം കൈവരിക്കാൻ അതൊരു മുതൽക്കൂട്ടായി മാറും. തകർച്ച ആഗ്രഹിക്കുന്നവരുടെ മുന്നിൽ വിജയിച്ചു കാണിക്കണമെന്നുള്ള ആയൊരു വാശി തന്നെയാണ് നിങ്ങളെ കൂടുതൽ ഉയരങ്ങളിൽ എത്തിക്കുവാൻ പോകുന്നത്. നിങ്ങളുടെ കാത്തിരിപ്പ് പോലെ തന്നെ, നിങ്ങളുടെ പ്രാർത്ഥന പോലെ തന്നെ ഒരു വലിയ അധികാരം നിങ്ങളുടെ കൈകളിലേക്ക് എത്തുന്ന സമയമാണിത്. ഇതെല്ലാം നാം പുലർച്ചെ കൃത്യമായി കണ്ടതാണ്. നിങ്ങൾക്കിത് കാണാൻ സാധിക്കുന്നതും ആയൊരു സമയം കടന്നു വരാൻ പോകുന്നത് കൊണ്ട് തന്നെയാണ്. നിങ്ങളുടെ ജോലിസ്ഥലത്തോ കരിയറിലെ വലിയ പ്രൊമോഷനുകൾ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളെ ഇതുവരെ അടിച്ചമർത്താനും ബുദ്ധിമുട്ടിക്കാനും നോക്കിയ ആളുകളുടെ മുന്നിൽ നിങ്ങൾക്ക് വലിയൊരു സ്ഥാനം ലഭിക്കും. സമൂഹത്തിൽ നിന്നും വലിയ അംഗീകാരങ്ങൾ ലഭിക്കും. മറ്റുള്ളവർക്ക് നിങ്ങളെ ബഹുമാനിക്കേണ്ടി വരികയോ നിങ്ങൾ പറയുന്നത് കേൾക്കേണ്ടി വരികയോ ചെയ്യുന്ന സാഹചര്യം വന്നു ചേരും. പ്രിയപ്പെട്ടവരെ, ഈ കാര്യങ്ങളെല്ലാം തന്നെ സംഭവിക്കുന്നത് നിങ്ങളുടെ പ്രാർത്ഥനയുടെ ശക്തി തന്നെയാണ്. നിങ്ങൾ മനസ്സിൽ ധ്യാനിക്കുന്ന, നിങ്ങൾ വിശ്വസിക്കുന്ന ആ പ്രപഞ്ചശക്തിയുടെ ശക്തി തന്നെയാണ്, ആ ചൈതന്യം തന്നെയാണ് ഇത്തരം അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. നിങ്ങളെ വില കുറച്ച് കാണുന്ന ആളുകളുടെ ഇടയിൽ നിങ്ങൾക്ക് വലിയ മതിപ്പുകൾ ഉണ്ടാകുന്നത്, അവരുടെ മുന്നിൽ നിങ്ങൾക്ക് ഉയർന്ന സ്ഥാനങ്ങൾ ഉണ്ടാകുന്നത് അത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് തന്നെയാണ്. ആ അനുഗ്രഹത്തെ നിങ്ങൾ ഒരിക്കലും കൈമോശം വരുത്തരുത്. നിങ്ങളുടെ നല്ല പ്രവർത്തനങ്ങളുടെ കർമ്മഫലം നിങ്ങളെ തേടിയെത്തുന്ന സമയമാണ്. നിങ്ങളുടെ നല്ല കർമ്മഫലം തന്നെയാണ് ഭഗവാൻ അനുഗ്രഹത്തോടൊപ്പം നിങ്ങൾക്ക് വലിയ മുതൽക്കൂട്ടാവുന്നത്. മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങളാണ് ശരിയെന്ന് തെളിയിക്കപ്പെടുന്ന നിമിഷമാണിത്. ഇത് ദൈവം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഒരു വലിയ നീതിയാണ്. നിങ്ങളെ മാറ്റി നിർത്തിയവരുടെയും ചതിച്ചവരുടെയും തരം താഴ്ത്തിയവരുടെയും മുന്നിൽ ദൈവം നിങ്ങളുടെ കൈപിടിച്ചുയർത്തി നിങ്ങളെ ഒരു സ്റ്റാറാക്കി മാറ്റുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട. ഇത് നിങ്ങളുടെ മനസ്സിന് വലിയ സന്തോഷവും സമാധാനവും നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. മുൻപ് മറ്റുള്ളവരുടെ സപ്പോർട്ടോ സഹായമോ ഇല്ലാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ചിന്തിച്ചിരുന്ന സ്ഥാനത്ത് ഇനി എനിക്ക് ഒറ്റയ്ക്ക് തന്നെ എല്ലാ കാര്യങ്ങളും വിജയകരമായി ചെയ്യാൻ സാധിക്കുമെന്ന വലിയ ബോധം നിങ്ങളിൽ ഉടലെടുക്കും. നിങ്ങളുടെ വികാരങ്ങളെ നിങ്ങൾ കൃത്യമായി നിയന്ത്രിക്കും. ഹൃദയത്തിനുമേൽ ബുദ്ധിക്ക് ആധിപത്യം ഉണ്ടാകുന്ന സമയമാണിത്. മറ്റുള്ളവരെ എപ്പോഴും പ്രീതിപ്പെടുത്താൻ നോക്കുന്ന ആറ്റിറ്റ്യൂഡ് നിങ്ങളിനി നിർത്തും. പറയേണ്ട കാര്യങ്ങൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ടല്ല, മറിച്ച് വളരെ തമാശയായി പറഞ്ഞു ഫലിപ്പിക്കാനും അവരെ കൺവിൻസ് ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ കഴിവുകളിൽ നിങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ടാകും. എന്നാൽ നിങ്ങളുടെ വ്യക്തിജീവിതവും കരിയറും തമ്മിൽ കൃത്യമായ ബാലൻസ് സൂക്ഷിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും തരുന്ന ചില പുതിയ വ്യക്തികളുമായി നിങ്ങൾ സമയം ചെലവഴിക്കും. അത്തരത്തിൽ ജീവിതത്തിലേക്ക് സമാധാനവും പോസിറ്റീവ് ഊർജ്ജവും കൊണ്ടുവരുന്ന പോസിറ്റീവായ ചിന്താധിക്കാരെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഭഗവാന്റെ അനുഗ്രഹത്താൽ കടന്നു വരികയും, അതായത് നിങ്ങൾ എങ്ങനെയാണോ അങ്ങനെ തന്നെ നിങ്ങളെ അംഗീകരിക്കുന്ന ഒരു നല്ല പാർട്ട്ണർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. വളരെ ബ്യൂട്ടിഫുള്ളായ ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ആരംഭിക്കുവാൻ സാധ്യതയുണ്ട്. പല ആളുകൾക്കും പഴയ റിലേഷൻഷിപ്പിലുണ്ടായ പ്രശ്നങ്ങൾ അവസാനിക്കുകയും ചിലർക്ക് പഴയ ബന്ധങ്ങളിലേക്കൊരു റീയൂണിയൻ ഉണ്ടാവുകയും ചെയ്യും. നിങ്ങളെ വിശ്വാസമില്ലാത്ത, നിങ്ങളെ അംഗീകരിക്കാത്ത, നിങ്ങൾക്ക് വില തരാത്ത ആളുകളിൽ നിന്ന് അകലം പാലിക്കുക എന്ന് തന്നെയാണ് ഭഗവാൻ സൂചിപ്പിക്കുന്നത്. അത്തരം ആളുകൾ നിങ്ങളുടെ ജീവിതത്തെ ഇല്ലാതാക്കുകയാണ് ചെയ്യുക. അത്തരം ആളുകളിൽ നിന്ന് അകലം പാലിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വം തന്നെയാണ്. തീർച്ചയായും ഈ സമയത്ത് നിങ്ങൾക്ക് വലിയ ആത്മീയ അനുഭവങ്ങൾ ഉണ്ടായേക്കാം. ജീവിതത്തെ തന്നെ മറ്റൊരു കാഴ്ചപ്പാടോടെ കാണാൻ തുടങ്ങും. എത്ര വലിയ ടെൻഷൻ നിറഞ്ഞ സാഹചര്യത്തിലും വളരെ കൂളായിരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. മറ്റുള്ളവരോട് വലിയ സ്നേഹവും സഹാനുഭൂതിയും തോന്നുന്ന സമയം തന്നെയാണ്. നിങ്ങൾ ചെയ്ത കാര്യങ്ങളുടെ റിസൾട്ടിനായി നിങ്ങൾ കാത്തിരിക്കുകയാണ്. ഇത് ഫ്യൂച്ചറിലേക്കുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയാണ്. ഇതിൽ നിന്ന് ലാഭമുണ്ടാവും. ധൃതി കൂടാതെ കുറച്ചുകൂടി ക്ഷമ കാണിക്കുക. അപ്പോൾ പല ആളുകളും ചിന്തിക്കുന്നത്, ഞാൻ ഇത്രയും കാത്തിരുന്നിട്ടും ഒന്നും നടന്നില്ലല്ലോ എന്ന വിഷമം ചിലരിൽ ഉണ്ടായേക്കാം. എന്നാൽ കാത്തിരിപ്പിന് പോസിറ്റീവ് ഫലം തന്നെ ലഭിക്കും. അത് പുലർച്ചെ നമുക്ക് കാണുവാൻ സാധിച്ചതാണ്. അതുകൊണ്ടാണ് ഇത് നിങ്ങളിന്ന് കാണുന്നതും കേൾക്കുന്നതും. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും നീങ്ങും. സാമ്പത്തികമായി നിങ്ങൾക്ക് എവിടെ നിന്നെങ്കിലും പണം ലഭിക്കാനുണ്ടെങ്കിൽ, എവിടെയെങ്കിലും തടസ്സപ്പെട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം കൃത്യമായി നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ തീർച്ചയായും ഈ ഇടവമാസം കഴിയുന്നതിന് മുൻപ് ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി നാളികേരം ഉടച്ച് നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ വിഘ്നങ്ങളെയും നീക്കുക.
ഇത്തരത്തിൽ ആത്മീയ കാര്യങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനകളുമെല്ലാം ഒത്തുചേരുമ്പോൾ ജീവിതത്തിൽ എല്ലാ പ്രയാസങ്ങളെയും നിങ്ങൾക്ക് നിഷ്പ്രയാസം മറികടക്കാൻ സാധിക്കുന്നതാണ്. ജീവിതത്തിൽ ഉയർച്ചകൾ നിങ്ങൾക്ക് കീഴടക്കാൻ സാധിക്കുന്നതാണ്. കുടുംബത്തിലെ വിവാഹങ്ങളിലോ സൽക്കാരങ്ങളിലോ അല്ലെങ്കിൽ ഹൗസ് വാമിംഗ് പോലുള്ള ആഘോഷങ്ങളിലോ നിങ്ങൾ പങ്കെടുക്കും. കുറേ നാളായി കാണാതിരുന്ന പ്രിയപ്പെട്ട ആളുകളെ കണ്ടുമുട്ടാനും സന്തോഷം പങ്കിടുവാനും അവസരമുണ്ടാകും. പ്രിയപ്പെട്ടവരെ, കഠിനമായ മാനസിക വിഷമങ്ങളിൽ നിന്നും ഉറക്കമില്ലാത്ത രാത്രികളിൽ നിന്നും ആരംഭിച്ച് സാമ്പത്തിക ലാഭത്തിലേക്കും അധികാരത്തിലേക്കും ദൈവികമായ നീതിയിലേക്കും ഒടുവിൽ വലിയൊരു ആഘോഷത്തിലേക്കും ആരവങ്ങളിലേക്കും മാറുന്ന ഒരു മനോഹരമായ പരിവർത്തനമാണ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രവചിക്കപ്പെടുന്നത്. നമ്മുടെ കർമ്മഫലത്താലും ഭഗവാന്റെ അനുഗ്രഹത്താലും ലഭിക്കുന്ന ഇത്തരം കാര്യങ്ങളെ നാം പ്രാർത്ഥനാപൂർവ്വം പോസിറ്റീവായ മനസ്സോടുകൂടി സ്വീകരിക്കുക. ഇത്തരം കാര്യങ്ങളെ നെഗറ്റീവായി സമീപിക്കരുത്. ഭഗവാന്റെ അനുഗ്രഹമുള്ളത് കൊണ്ട് തന്നെയാണ് നിങ്ങളുടെ കാതുകളിലേക്ക്, നിങ്ങളുടെ കൺമുന്നിലേക്ക് ഈ കാര്യങ്ങൾ കൃത്യമായി എത്തുന്നത്. അത്തരം ആളുകൾക്ക് മാത്രമേ കാണുവാനും കേൾക്കുവാനും സാധിക്കൂ. എങ്കിലും ചില ആളുകളുടെ ഉള്ളിൽ ഇപ്പോഴും പല ഭാഗത്തു നിന്ന് കടന്നുകൂടിയ നെഗറ്റീവ് ഊർജ്ജമുണ്ടാകും. അത്തരം ഊർജ്ജത്തിൻ്റെ പ്രവർത്തനങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പാടെ മാറ്റുക. നിങ്ങൾ ആത്മീയമായി പ്രാർത്ഥനകളുടെ വഴികളിലൂടെ നിങ്ങൾ നാളിതുവരെ ജീവിച്ച അതേ സാഹചര്യത്തിലൂടെ കടന്നു പോവുക. നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും വിജയം സുനിശ്ചിതമാണ്. നിങ്ങൾക്ക് പ്രതീക്ഷിക്കാത്ത ദിക്കിൽ നിന്ന്, പ്രതീക്ഷിക്കാത്ത വഴികളിൽ നിന്ന് ധനം ലഭിക്കും. നിങ്ങളുടെ മുന്നിലേക്ക് നിധി പോലും ലഭിക്കാനുള്ള യോഗമാണ് ഇവിടെ കാണുന്നത്. നാം നേരത്തെ പരാമർശിച്ചതുപോലെ നിങ്ങൾ ഈ ഒരു ഇടവമാസം ശിവക്ഷേത്രത്തിലും ഗണപതി ക്ഷേത്രത്തിലും അതോടൊപ്പം തന്നെ പ്രധാനമായ നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിലും പോവണം. അവിടെ ചെന്ന് വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ കുലദേവതയുടെ അനുഗ്രഹം യാതൊരു കാരണവശാലും കുറയുവാൻ പാടില്ല. അത്തരം ചില ആളുകൾ ജീവിതത്തിൽ കുലദേവതയുടെ അനുഗ്രഹം കുറഞ്ഞതായി കാണുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായും വരും ദിവസങ്ങളിൽ ഈ ഇടവമാസം തന്നെ നിങ്ങൾ ഈ പരാമർശിച്ച 3 ക്ഷേത്രത്തിലും ദർശനം നടത്തി വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ ഏവരുടെയും ജീവിതത്തിൽ നിന്ന് നെഗറ്റീവ് ഊർജവും ദുഷ്ടശക്തികളും അകന്ന് നിങ്ങൾക്ക് സമാധാനവും സന്തോഷവും ഐശ്വര്യവും സമ്പത്തും എല്ലാം നിറഞ്ഞു നിൽക്കട്ടെ എന്ന് നാം പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾപ്പെടുത്താം. ഇത്തരം വിശ്വാസ സംബന്ധമായ അറിവുകൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് ഈ ചാനൽ പിന്തുടരുക.